ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സാധാരണ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇടയ്ക്ക് രണ്ട് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെയും ചൂടൊക്കെ കൂടിയിട്ടുണ്ട്. രാവിലെ കുഴപ്പമില്ല, ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ രാവിലത്തെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. 4 മുട്ട ഞാൻ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ വെക്കാൻ നോക്കുമ്പോൾ നമ്മുടെ പാലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 7 മണിയാകാനായിട്ടുണ്ട് സമയം. നമ്മുടെ സൊസൈറ്റി വരാൻ സമയമായി. ഞാൻ പെട്ടെന്ന് പോയിട്ട് പാല് വാങ്ങിയിട്ട് വരട്ടെ. അങ്ങനെ പാലൊക്കെ വാങ്ങി നമ്മുടെ ചായ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കുട്ടിയൊക്കെ ഹോർലിക്സും എനിക്കും ഉമ്മാക്കും ചായ. അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ കേട്ടോ. ആദ്യമൊക്കെ പാലും വെള്ളം കുടിക്കുമായിരുന്നു, ഇപ്പം പാലും വെള്ളവും കുടിക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഒന്നുകിൽ ഹോർലിക്സ് കുടിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ചായയുടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഷായ്മോന് തീരെ നിർബന്ധമില്ല. ഇഫോന് പിന്നെയും എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് വേണം. അങ്ങനെ അവരെ ഹോർലിക്സൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വശം നമ്മുടെ ചായ അവിടെ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലും മുളകും തയ്യൊക്കെ ഉഷാറായി വളരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ടാങ്കിലേക്ക് കുത്തണം. ഇതാണ് നമ്മുടെ കുടിവെള്ളം കേട്ടോ. അങ്ങ് മലക്കുന്ന വരുന്ന വെള്ളമാണ്. നല്ല ഫ്രഷ് വാട്ടറാണ് കേട്ടോ. നമ്മുടെ സൈഡിലെ റബ്ബർ തോട്ടമാണ് കേട്ടോ. വൈകുന്നേരം രാവിലെയൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. വഴുതനങ്ങയാണ് കേട്ടോ മെയിനായിട്ട്. മുളക് തൈയിൽ വലുതായിട്ട് മുളകൊന്നും കായ്ച്ചിട്ടില്ല. വെള്ളം കോരൽ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ 2-3 ശംഖുപുഷ്പം നട്ടിട്ടുണ്ടായിരുന്നു. പൂവൊക്കെ കുറവാണ്, എന്നാലും അത്യാവശ്യം പൂത്തിരുന്നു. പിന്നെ ഞാൻ ഉള്ളിൽ കയറി നമ്മുടെ ചായ കുടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഷായ്മോൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് കേട്ടോ. ഷായ്മോൻ്റെ അമ്മായി ഗിഫ്റ്റ് ചെയ്തതാണ്. അത് തറവാട്ടിലായിരുന്നു. അവിടെ പോയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് വേണം. അതങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്കെന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയതും പഴമാണ്. ആ പഴം ഇങ്ങനെ തോല് കറുത്താൽ കുട്ടികൾ ആരും തിന്നൂല കേട്ടോ. നല്ല യെല്ലോയിഷ് കളർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കഴിക്കും. അല്ലാത്ത പക്ഷേ ഞാനും ഉമ്മയും തന്നെ തിന്നണം. ഷായ്മോന് TV കണ്ടുകൊണ്ട് ഇങ്ങനെ ഹോർലിക്സ് കുടിക്കുന്നുണ്ട്. ഇതൊരു രാവിലത്തെ ഒരു ശീലം പോലെയാണ് കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും എനിക്ക് ഈ ഒരു കാർട്ടൂൺ കാണണം. ഇപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ നാസ്ത ഉണ്ടാക്കാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നാസ്ത എന്ന് പറയുന്നത് നമ്മൾ സബ്ജിയും അതേപോലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നോമ്പായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും സബ്ജിയും. അതുകൊണ്ട് ഇന്ന് എന്തായാലും ചപ്പാത്തി സബ്ജി ഉണ്ടാക്കാൻ കരുതി ഞാൻ പെട്ടെന്ന് തന്നെ സബ്ജി അവിടെ തയ്യാറാക്കി വെച്ചു. പിന്നെ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഫസ്റ്റ് റെഡിയാക്കി വെച്ചാൽ നാസ്തയായിട്ടുള്ള വേഗം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ. അല്ലാണ്ട് ചപ്പാത്തി ആദ്യം ചുട്ട് കറിയാകുമ്പോഴത്തേക്ക് ലേറ്റ് ആവില്ല. അപ്പോൾ വെള്ളമൊക്കെ വാട്ടർ ബോട്ടിൽ നിറച്ച് വെച്ചു. പിന്നെ ഞാൻ നാസ്ത ഇങ്ങനെ തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ അവർ കുളിച്ച് ഫ്രഷായിട്ട് വന്നോളും കേട്ടോ. അത് വലിയൊരു സമാധാനമാണ്. അവരൊന്നെ സ്വയം മാറ്റിക്കോളും. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ഞാൻ മുറി കെട്ടി കൊടുക്കേണ്ട ഒരു പണി, അവർക്കൊന്ന് ഫുഡ് കൊടുക്കണം, എന്നിട്ട് അങ്ങോട്ട് സ്കൂളിലേക്ക് വിടണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു പ്ലേറ്റിൽ തന്നെയാണ് 3 പേരും തിന്നല് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും പണ്ടേ ഒരുമിച്ച് തന്നെയാണ് രാവിലത്തെ നാസ്ത കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ രണ്ടാൾക്കും വാരി കൊടുക്കും. പിന്നെ ആ പ്ലേറ്റിൽ തന്നെ ഞാനും അങ്ങനെ തിന്നും. അല്ലാണ്ട് രാവിലെ രണ്ടാൾക്കും അങ്ങനെ പ്ലേറ്റിൽ സെപ്പറേറ്റ് പ്ലേറ്റിൽ അങ്ങനെ ഇട്ട് കൊടുക്കില്ല. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ കുക്കർ അതേപോലെ എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലാണ്ട് വേറെ ബൗളിൽ അങ്ങ് മാറ്റിലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരുമിച്ച് തിന്നു, പിന്നെ അവർ സ്കൂളിൽ പോകുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെറുപ്പത്തിലെ ശീലമാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചായ്മോനായാൽ രാത്രിക്കായാലും ഇടയ്ക്ക് ഞാൻ വാരി കൊടുക്കേണ്ടി വരും. ഇഫിനും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാൾ സ്കൂളിലോട്ട് പോക്കാണ്. ആദ്യമൊക്കെ ഞാൻ കൊണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് പൊക്കോളും. അപ്പോൾ അവരങ്ങനെ സ്കൂളിലേക്ക് പോയി.
സൈഡിലേ നടന്ന് പോയിക്കോളും കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാനും അങ്ങനെ നാസ്ത കഴിച്ചു. പിന്നെ വീട്ടിലെ പരിപാടികളൊക്കെ കഴിച്ചു. അലക്കും അടിച്ചു വാരലും അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിച്ചിട്ട് ചോറായ അടുപ്പത്ത് തന്നെ ഞാൻ ബീട്രൂട്ട് തോരനാക്കിയിട്ടുണ്ടായിരുന്നു. ചട്ടിയിലായതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് ഇപ്പോൾ എല്ലാം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ. ചൂര മുളകിട്ടതുണ്ട്, ചൂര പൊരിച്ചതുണ്ട്. നോമ്പിന് മീൻ വാങ്ങൽ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മീൻ വാങ്ങി. വലിയ കാര്യമായിട്ട് നമ്മൾ ഇറച്ചിയൊന്നും അല്ല കഴിച്ചത്. എന്നാലും നോമ്പ് കഴിഞ്ഞാലൊരു ഒരു എന്തോ ഒരു പോലെ ഉണ്ടാവും, ഒരു പുളിയിൽ എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഉച്ചക്ക് ഇന്ന് ചൂരമുളകിട്ടതും ബീട്രൂട്ട് തോരനും അതേപോലെ ചിമ്പിക്ക അച്ചാറുണ്ട്. രാവിലത്തെ സബ്ജി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മാങ്ങ പഴുത്തതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.